എന്റെ കണ്ണ നീ എന്റെ മാത്രം എന്ന് ഈ കോടി ജനങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനും എന്റെ കണ്ണനോട് സ്വാർത്ഥമതിയായി പോകുന്നത് പോലെ. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ പോകാൻ ഒരുങ്ങുമ്പോൾ അയലത്തെ മാമി എന്നോട് പറഞ്ഞു, ഗുരുവായൂർ പോയാൽ അവിടുത്തെ ഉച്ചക്കത്തെ അന്നദാനം കഴിച്ചിട്ട് വരണം, നല്ല സ്വാദാണ്. ഞാനും എന്റെ കുടുംബവും കണ്ണനെ കണ്ടുകഴിഞ്ഞ് അന്നദാനത്തിന് നിൽക്കുന്ന വരിയുടെ പിന്നിൽ പോയി നിന്നു. അപ്പോൾ ടോക്കൺ കഴിഞ്ഞോ, ഇനി വരി നിൽക്കണ്ട എന്ന് പറയുന്നത് കേട്ടു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനി എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് പോകാം, ടോക്കൺ എടുക്കാം, അന്നദാനം കഴിക്കാം. എങ്കിലും ഞാൻ തിരിച്ചു നടക്കുന്ന വഴിയിൽ ഗുരുവായൂർ നടയുടെ മുന്നിൽ പോയി നിന്നിട്ട് കണ്ണനോട് ചോദിച്ചു, കൊതിപ്പിച്ചിട്ട് എന്തിനാ കണ്ണ എന്നെ ഇല്ലെന്ന് പറഞ്ഞു വിടുന്നേ? അപ്പോൾ പിറകിൽ നിന്നും എന്നെ ആരോ തട്ടി വിളിച്ചു, 4 സീറ്റ് അന്നദാനത്തിന് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന്. എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു. എന്നെയും എന്റെ കുടുംബത്തെയും ആ നല്ല മനുഷ്യൻ വരിയിൽ നിർത്താതെ വേറെ വാതിലൂടെ കൊണ്ടുപോയി ഇരുത്തി. ആ നല്ല മനുഷ്യൻ നീയാണോ കണ്ണ? എന്റെ കണ്ണ, നീ എന്റേതു മാത്രം.